എബിൻ ജോസിലേക്ക് പോകുന്നു. കൊച്ചി ബ്രോഡ്വേയിലാണ് എബിൻ ജോസ് ഉള്ളത്. എബിൻ, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വിശ്വാസികൾ കാത്തിരിക്കുന്നു. ഒരു 40 മിനിറ്റോളം ചന്ദ്രൻ ആകാശത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്ന് തെളിഞ്ഞ ആകാശവുമാണ്. എറണാകുളത്തും ആ രീതിയിൽ തന്നെയാണ്. മഴമേഘങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ്? സ്മിത, പെരുന്നാളിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെരുന്നാളിനുള്ള ഒരുക്കത്തിലായിരുന്നു. കൂടുതലായും പുതുവസ്ത്രങ്ങൾ വാങ്ങുവാനാണ് ബ്രോഡ്വേ മാർക്കറ്റിലേക്ക് ആളുകൾ എത്തുന്നത്. അതോടൊപ്പം തന്നെ നാളെ പെരുന്നാളാണെങ്കിൽ പ്രത്യേകിച്ച് വിശേഷ ദിവസത്തിലേക്കുള്ള ആഹാര സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള പലവ്യഞ്ജന സാധനങ്ങളും അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളെല്ലാം വാങ്ങുവാൻ വേണ്ടി നിരവധി ആളുകളാണ് ഈ ബ്രോഡ്വേ മാർക്കറ്റിലേക്ക് ഇന്ന് എത്തിച്ചേരുന്നത്. പ്രധാനമായും പുതുവസ്ത്രങ്ങൾ മേടിക്കുക, അതോടൊപ്പം തന്നെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഈ പുതുവസ്ത്രം നൽകുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഈ പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പെരുന്നാളിന് തൊട്ട് മുന്നേ തന്നെ വന്ന് ഇത്തരം സാധനങ്ങൾ മേടിക്കാനുള്ള തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ ബ്രോഡ്വേ മാർക്കറ്റിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിലും, മട്ടാഞ്ചേരി പോലുള്ള സ്ഥലങ്ങളിലും വൈകുന്നേരങ്ങളിൽ ഇത്തരത്തിൽ ചന്തകളും അതുപോലെ തന്നെ സ്ഥലങ്ങളെല്ലാം തന്നെ, വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ നിരവധിയായ വിശ്വാസികൾ ഈ സ്ഥലത്തേക്ക് എത്തി പെരുന്നാളിൽ പൂർണ്ണമായും ഒരുങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സാധനങ്ങൾ വാങ്ങും. അത്തരത്തിലൊരു തിരക്കാണ് നമുക്ക് ഇപ്പോൾ ബ്രോഡ്വേ മാർക്കറ്റിലും കാണാൻ സാധിക്കുന്നത്. സ്മിത, എബിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ബ്രോഡ്വേയിൽ നിന്ന്. ബ്രോഡ്വേയിൽ വലിയ തിരക്ക് തന്നെ കാണുന്നുണ്ട്. എബിൻ, ഈ പറഞ്ഞ പോലെ പുതുവസ്ത്രങ്ങൾ എടുക്കുക, അത് അവരവർക്ക് എന്നുള്ളത് മാത്രമല്ല, റമദാൻ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയും അതുതന്നെയാണെന്ന് തോന്നുന്നു. അവരവർക്കുള്ള സ്വത്തിൻ്റെ വിഹിതങ്ങളെല്ലാം തന്നെ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുക, ഉള്ളവനില്ലാത്തവന് കൂടുതൽ കൊടുക്കുക, ഉള്ളതിൻ്റെ ഒരു ഓഹരി അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതിലെ ഒരു സന്തോഷം, സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, സാഹോദര്യത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, നന്മയുടെ ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. ഒരു മാസം നീണ്ടു നിന്ന വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് ചെറിയ പെരുന്നാൾ എത്തുന്നത്. എറണാകുളം ബ്രോഡ്വേയിൽ നിന്നാണ് എബിൻ ജോസ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. അവിടെ പുതുവസ്ത്രങ്ങൾ വാങ്ങാനുള്ള തിരക്കിലാണ് വിശ്വാസികൾ എല്ലാവരും തന്നെ. അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് കാസർഗോഡ് തളങ്കരയിൽ നിന്ന്. അരുൺ, വടക്കൻ മലബാറുകാർക്ക് പ്രത്യേകിച്ചും ഇത്തരം ആഘോഷങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ തന്നെയാണ് അവർ ആഘോഷമാക്കുന്നത്. നമ്മൾ കാണാറുള്ളതാണ് പലപ്പോഴും. പെരുന്നാൾ മാത്രമല്ല, ഒപ്പം തന്നെ ഏതെങ്കിലും ആഘോഷങ്ങൾ, കുടുംബത്തിലുള്ള ആഘോഷങ്ങൾ, വിവാഹ ചടങ്ങുകളൊക്കെ തന്നെ വലിയ ആഘോഷമാക്കി മാറ്റുന്നു. ചെറിയ പെരുന്നാൾ അവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെയായിരിക്കും. അവിടെ നിന്നുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത് അവർ? സ്മിത, വലിയ ആഘോഷത്തിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാലിക് ദിനാറിലാണ്. മാലിക് ദിനാറാണ് എനിക്ക് പുറകിൽ കാണുന്ന പള്ളി. കേരളത്തിലെ ഏറ്റവും വലിയ പള്ളിയാണ്. ഈ പള്ളിയുടെ ഒരു ചരിത്രമൊക്കെ നോക്കുകയാണെങ്കിൽ പുരാതന കാലം മുതലുള്ള പള്ളിയാണ്. 1423 വർഷം പഴക്കമുണ്ടെന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. ഈ പള്ളി ഇപ്പോഴാണ് ഇതിൻ്റെ നവീകരണ പ്രവൃത്തികൾ ഉൾപ്പെടെ കഴിഞ്ഞത് ഈ അടുത്ത കാലത്താണ്. പഴയ അതിൻ്റെ തനിമയൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഈ പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞത്. ഇപ്പം എന്തായാലും പെരുന്നാളിനെ വരവേൽക്കാൻ കാസർകോട്ടുകാർ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും ആഘോഷിക്കാനുള്ള എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഇപ്പോൾ നോമ്പുതുറ, അല്പസമയം മുമ്പ് നോമ്പുതുറ കഴിഞ്ഞുള്ളൂ. കാസർഗോഡ് MLA എന്നെ നെല്ലിക്കുന്ന നമുക്കൊപ്പം ചേരുകയാണ്. MLA, എങ്ങനെ പെരുന്നാൾ ആഘോഷിക്കാൻ തയ്യാറായി? പരിശുദ്ധ റംസാൻ വിട പറയുകയാണ്. ഇന്ന് 29 നോമ്പ് പൂർത്തിയാക്കി. അപ്പോൾ പശ്ചിമ ചക്രവാളത്തിൽ ശവ്വാൽ മാസപ്പിറവി അടയാളപ്പെടുത്തിക്കൊണ്ട് ചന്ദ്രക്കീറ് പ്രത്യക്ഷപ്പെട്ടാൽ നാളെ പെരുന്നാൾ പ്രഖ്യാപിക്കും. അറിയില്ല ചന്ദ്രക്കല ദൃശ്യമാകുമോ എന്നറിയില്ല. അപ്പോൾ ചന്ദ്രക്കല ദൃശ്യമായ ശവ്വാൽ മാസപ്പിറവി ഉറപ്പിച്ചാൽ നാളെ പെരുന്നാൾ കൊണ്ടാടും, പെരുന്നാൾ ഉറപ്പിക്കും. ഒരു തെരഞ്ഞെടുപ്പ് സമയത്തു കൂടിയാണ് ഈ പെരുന്നാൾ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നത്? പെരുന്നാൾ എന്നത് ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം വിശ്വാസികൾക്ക് പുതിയ ഊർജം ലഭിക്കുന്ന ഒരു സന്ദർഭമാണ്. എന്തിനേയും ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ഊർജമാണ് ഈ റംസാനിൽ വിശ്വാസികൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ വിശ്വാസത്തോടു കൂടി, ആ പുതിയ ഊർജത്തോടു കൂടി തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ തീർച്ചയായും വലിയ ആവേശമുണ്ടാകും. വീട്ടിലെ വിശേഷങ്ങളൊക്കെ എങ്ങനെ? ബന്ധുക്കളൊക്കെ വിരുന്നെത്തിയിട്ടുണ്ടോ? ബന്ധുക്കൾ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട്? പെരുന്നാൾ ഇപ്പോൾ എല്ലാ വർഷവും ആഘോഷിക്കാറുള്ളതാണ്. 30 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം എല്ലാ ആളുകളും പെരുന്നാൾ ആഘോഷിക്കും. പെരുന്നാളിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്.
ഈ പ്രാവശ്യം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കൂടി ഒന്നിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ റംസാൻ വ്രതം അനുഷ്ഠിച്ചതിലൂടെ കിട്ടിയിട്ടുള്ള ഈ ആർജവം, ഈ കരുത്ത് തീർച്ചയായും തെരഞ്ഞെടുപ്പ് വേളയിലും അത് നമുക്ക് ദൃശ്യമാകും. സ്മിത, അതിന് എന്നെ നെല്ലിക്കുന്ന MLA ആണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത്. പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂട് കൂടിയാണ്. ആ ചൂടിനിടയിലാണ് ഇപ്പോൾ പെരുന്നാളും എത്തിയിരിക്കുന്നത്. എന്തായാലും ആഘോഷങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല, മാലിക് ദിനാറിന് തൊട്ട് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വിശ്വാസികൾ അവിടേക്ക് എത്തുന്നുണ്ട്. നോമ്പ് തുറയ്ക്കുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് വിശ്വാസികൾ അവിടേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്മിത, ശരി. രാഹുൽ സുരേഷാണ് ഇനി ചേരുന്നത് കോഴിക്കോട് നിന്ന്. രാഹുലില് വലിയ ആഘോഷത്തിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഇന്നത്തെ നോമ്പുതുറ കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം നിസ്കാര ചടങ്ങുകളും ഒക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചന്ദ്രകല ദർശിക്കുന്നുണ്ടോ എന്നുള്ള ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്. ഇനി അല്പസമയം കൂടിയേ ഉള്ളൂ. 40 മിനിറ്റോളം ചന്ദ്രൻ പ്രത്യക്ഷമാകും, കാണാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ പോലും ഇപ്പോൾ സമയം 10-20 മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെ ചന്ദ്രകല ദർശിച്ചിട്ടില്ല. അല്പസമയം കൂടെ കാത്തിരിക്കും. അല്ലെങ്കിൽ നാളെ 30-ാം നാൾ കൂടി ഉണ്ടാകും. അതിനുശേഷം മറ്റന്നാളാകും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുക. ഇന്നിപ്പോൾ കോഴിക്കോട് എവിടെയാണ് രാഹുൽ നിൽക്കുന്നത്? സ്മിത, മാസപ്പിറവി കാണുമോ എന്ന കാത്തിരിപ്പിൽ തന്നെയാണ് വിശ്വാസികൾ ഉള്ളത്. സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ റമദാൻ മാസത്തിലെ 29ാം നോമ്പും പൂർത്തിയാക്കിയിരിക്കുകയാണ്. നോമ്പ് തുറന്ന ശേഷം നിസ്കാര ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ നിസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. അതിനുശേഷമായിരിക്കും മാസപ്പിറവി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. സ്മിത മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് 6:40 നോമ്പ് തുറന്നത്. ഇനി അടുത്ത 40 മിനിറ്റിനുള്ളിൽ തന്നെ മാസപ്പിറവി കാണുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. അത് സംബന്ധിച്ച തീരുമാനം ഓരോ ഹാസിമാരെയും അറിയിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം ഓരോ ഇടങ്ങളിലെയും ഹാസിമാരായിരിക്കും മാസപ്പിറവി സംബന്ധിച്ച ഒരു പ്രഖ്യാപനം, പെരുന്നാൾ സംബന്ധിച്ച പ്രഖ്യാപനം എല്ലാം തന്നെ നടത്തുക. ഇപ്പോൾ ഏതാണ്ട് 15 മിനിറ്റ് പൂർത്തിയായിട്ടുണ്ട്. ഇനി ഏതാണ്ട് 20 മിനിറ്റിലധികം ഈ മാസപ്പിറവി കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയം കൂടി കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ കനത്ത വെയിലാണ്. ആ ത്യാഗങ്ങളെല്ലാം സഹിച്ചുകൊണ്ടാണ് വിശ്വാസികൾ കഴിഞ്ഞ 29 ദിവസമായി നോമ്പ് തുറയിൽ ഇതിനെല്ലാം തന്നെ ഏർപ്പെട്ടിരിക്കുന്നത്. എന്താണെങ്കിലും വലിയ കാത്തിരിപ്പിൽ തന്നെയാണ്. ഒരുക്കങ്ങൾ അതേസമയം തന്നെ മറുവശത്ത് തുടരുകയാണ്. നാളെയാണെങ്കിലും മറ്റന്നാളാണെങ്കിലും അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും വിവിധയിടങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കച്ചവട സ്ഥാപനങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്കുണ്ട്. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് മിഠായി തെരുവിൽ പോയപ്പോൾ ആളുകളുടെ വലിയ തിരക്കുണ്ട്. പുതിയ ഉടുപ്പുകൾ വാങ്ങാനാണെങ്കിലും ചെരുപ്പുകൾ വാങ്ങാനാണെങ്കിലും അങ്ങനെ എല്ലാം ഒരു പുതിയ ഒരു മയത്തിലൂടെ ആയിരിക്കും ഈ പെരുന്നാളിലേക്ക് വിശ്വാസികൾ കടക്കുക. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എല്ലായിടത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാസപ്പിറവി സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്മിത, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇനി ഷാഹദ് റഹ്മാനിലേക്ക് കൂടി പോകുന്നു. കടലുണ്ടിയിൽ കോർണിഷ് മസ്ജിദിലാണ് ഷാഹദ് റഹ്മാനുള്ളത്. ഷാഹദ്, രാഹുൽ സുരേഷ് പറഞ്ഞതുപോലെ വലിയ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ കൂടി പൂർത്തിയാകുന്നുണ്ട്. ഇപ്പോൾ ചന്ദ്രക്കല ദർശിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ അതിങ്ങനെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വശത്ത് പെരുന്നാൾ ആഘോഷത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുന്നു. ഒരു പക്ഷേ ഇന്ന് ചന്ദ്രക്കല ദർശിച്ചാൽ ഇന്ന് നോമ്പിൻ്റെ അവസാന ദിവസമാകുന്നു. ഇന്നത്തെ നോമ്പ് തുറയോടുകൂടി നോമ്പ് അവസാനിക്കുന്നു. അതല്ല എങ്കിൽ മാത്രം നാളെ കൂടി നോമ്പ് ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഉത്സാഹത്തിലും ആഹ്ലാദത്തിലുമാണ് വിശ്വാസികൾ എല്ലാവരും തന്നെ. ഷഹദ്, ഇപ്പോൾ അവിടെ തന്നെയാണോ ഉള്ളത്? തീർച്ചയായും സ്മിത, ഞാൻ ഉള്ളത് കടലുണ്ടി കോർണിഷ് മസ്ജിദിലാണ്. ഇവിടെ വൈകിട്ട് 6 മണിയോട് കൂടി തന്നെ ആളുകൾ ഓരോരുത്തരായി ഇവിടേക്ക് വന്നു തുടങ്ങി. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോർണിഷ് മസ്ജിദിലെ വാന നിരീക്ഷണ സംവിധാനം വരെ ഒരുക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പെരുന്നാൾ എന്നാണ് അല്ലെങ്കിൽ നോമ്പ് എന്നാണ് തുടങ്ങുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയാനായി കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ ഈ കോർണിഷ് മസ്ജിദിൽ കുറേയധികം മതപണ്ഡിതരും അതുപോലെ തന്നെ മതം പഠിക്കുന്ന വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള ആളുകളും അതുപോലെ തന്നെ ഇവിടെയുള്ള നാട്ടുകാരും ഒക്കെ തന്നെ ഇവിടെ തടിച്ചു
കൂടിയിട്ടുണ്ട്. അല്പസമയം മുൻപാണ് 29ാമത്തെ നോൻപ് പൂർത്തിയാക്കിയത്. അതിനുശേഷം മഗ്രിബ് നമസ്കാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് മഗ്രിബ് നമസ്കാരം പൂർത്തിയാകുന്നു. നോമ്പ് തുറക്കലും ഏകദേശം പൂർണ്ണമായിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഉള്ള മണിക്കൂറുകൾ എന്ന് പറയുന്നത് വളരെ ആകാംക്ഷ നിറഞ്ഞ മണിക്കൂറുകളാണ്. പ്രത്യേകിച്ച് ഈ മാസപ്പിറവി ഇന്ന് ദർശിക്കുമോ എന്നുള്ളത് അറിയാൻ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അല്പം മുമ്പ് ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 30 നോൽമ്പ് പൂർത്തിയാക്കുക എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഏറെ പുണ്യം നിറഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ 30 ദിവസം പൂർത്തിയാക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ച് വലിയൊരു ലക്ഷ്യമാണ്. എന്നാൽ അതേ സമയത്ത് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുക എന്ന് പറയുന്നത് അതിൽ പരം സന്തോഷം മറ്റൊന്നും ഇല്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രണ്ടും വലിയ സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ സന്തോഷം പകരുന്ന കാര്യമാണ്. എങ്കിൽ പോലും ഇന്നത്തെ ഈ മണിക്കൂറുകൾ അത് ഈ മാസപ്പിറവി ദർശിക്കുമോ എന്നുള്ള ആകാംക്ഷയുടെ മണിക്കൂറുകളാണ്. പ്രത്യേകിച്ച് സൂര്യൻ അസ്തമിച്ച് ഏകദേശം 48 മിനിറ്റുകളും ഇത്തരത്തിൽ ചന്ദ്രനെ ദർശിക്കാനാകും എന്നുള്ളതാണ് ഇന്നത്തെ കണക്കുകൾ പ്രകാരം പറയുന്നത്. അതുകൊണ്ട് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു. ഇനി 48 മിനിറ്റുകൾ. ആ 48 മിനിറ്റ് സൂര്യൻ്റെ വലതുവശം, അതായത് സൂര്യൻ ഉദിച്ചതിൻ്റെ വലതുവശം ചേർന്ന് നോക്കണം എന്നുള്ളതാണ് ഇവിടെ നിന്നും ഈ പണ്ഡിതരും അതുപോലെ തന്നെ ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഒക്കെ തന്നെ പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള നിരീക്ഷണം പല മേഖലകളിൽ തുടരുകയാണ്. വിവിധ ഇടങ്ങളിൽ നിന്ന് ഫോൺ കോളുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം വരണം. കാരണം മാസപ്പിറവി അല്ലെങ്കിൽ ചന്ദ്രകല വെറുതെ കണ്ടാൽ മാത്രം പോരാ. ആ ചന്ദ്രകല കണ്ടു എന്നും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് അത് ഉറപ്പിക്കാൻ അത് മതപണ്ഡിതരോടും അല്ലെങ്കിൽ കാസിമാരോടും അല്ലെങ്കിൽ കാളിമാരോടും അത് ഉറപ്പിക്കാൻ പാകത്തക്കതായിട്ടുള്ള ആളുകൾ വരികയും അവരോട് അത് ഏറ്റുപറയുകയും ഒക്കെ വേണം. അത്തരത്തിൽ ഒരുപാട് ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളൊക്കെ പൂർത്തിയായി അല്ലെങ്കിൽ അത്തരം ഘട്ടങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷം മാത്രമേ ഇത്തരത്തിൽ മാസപ്പിറവി ദർശിച്ചു അല്ലെങ്കിൽ മാസപ്പിറവി കണ്ടു എന്നത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുകയുള്ളൂ. എന്തായാലും ഇപ്പോഴും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പക്ഷേ മിനിറ്റുകൾക്കകം തന്നെ നമുക്ക് ഏറ്റവും ഒരു പുതിയ വാർത്ത ലഭിക്കാനാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇവിടേക്ക് കോളുകൾ വരുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്നായിട്ടാണ്, വിവിധ തുറകളിൽ നിന്നായിട്ടാണ് കോളുകൾ വരുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ നമുക്കറിയാം കഴിഞ്ഞ 30 ദിവസത്തെ നോൽമ്പ് എല്ലാവരും നോൽക്കുകയും അല്ലെങ്കിൽ 29 ദിവസത്തെ നോൽമ്പ് ആത്മവിശുദ്ധി വരുത്തി നോൽക്കുകയും തുടർന്ന് കാത്തിരിക്കുകയാണ്. വിശ്വാസികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദുബൈയിലേക്ക് കൂടി നമ്മൾ ഒന്ന് പോകുന്നു. അരുൺ പാറാട്ടാണ് ചേരുന്നത് ദുബൈയിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഒമാൻ ഒഴികെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഇന്ന് റമദാൻ 30 നാളെ ശവ്വാൽ മാസപ്പിറവിയാണ്. അവിടെ ആഹ്ലാദം നമുക്കറിയാം. ഗൾഫ് കൺട്രീസിലൊക്കെ തന്നെ വലിയ ആഘോഷത്തിലാണ് ചെറിയ പെരുന്നാൾ ഉണ്ടാവുക. ഇതിപ്പോൾ എവിടെയാണ് അരുൺ ഇപ്പോൾ നിൽക്കുന്നത്? അവിടെ ആഹ്ലാദ ലഹരിയിലാണോ എല്ലാവരും? സ്മിത, തീർച്ചയായും ഇന്നലെ സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ മാസപ്പിറവി ദൃശ്യമായിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് റമദാൻ 30 പൂർത്തിയാക്കി നാളെ പെരുന്നാൾ ആയിരിക്കുമെന്ന് വിവിധ രാജ്യങ്ങളിലെ മന്ത്രാലയങ്ങൾ ഇന്നലെ അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ UAE, സൗദി, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ നാളെയാണ് പെരുന്നാൾ ആഘോഷിക്കുക. ഗൾഫിലെ ആയിരക്കണക്കിന് വരുന്ന പള്ളികളും അതോടൊപ്പം തന്നെ ഈദ്ഗാഹുകളും എല്ലാം തന്നെ പെരുന്നാൾ നമസ്കാരത്തിനായുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. വിശ്വാസികൾ തക്ബീർ ധ്വനികളും അതോടൊപ്പം തന്നെ ഫിത്ർ, സക്കാത്ത് വിതരണവും എല്ലാം ആരംഭിക്കും. നാളെ സൂര്യൻ ഉദിച്ച് 15 മിനിറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കണമെന്നാണ് സൗദി മതകാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശം വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിലെല്ലാം തന്നെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ നാളെ നടക്കുന്ന പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കും. UAEയിലെയും പള്ളികളെല്ലാം തന്നെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 6:15 മുതലാണ് ഇവിടെ ഇപ്പോൾ പെരുന്നാൾ നമസ്കാരങ്ങൾ ആരംഭിക്കുക. ദുബായിൽ 6:20 അബുദാബിയിൽ 6:22 എന്നീ രീതിയിലാണ് ഇവിടെയുള്ള വിവിധ എമിറേറ്റുകളിൽ പെരുന്നാൾ നമസ്കാരങ്ങൾ, വിവിധയിടങ്ങളിലുള്ള പ്രാർത്ഥനകൾ എല്ലാം ആ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അറബിക്ക്, മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ഉറുദു തുടങ്ങി വിവിധ ഭാഷകളിൽ ഇവിടെ ഖുതുബ നടക്കും. മലയാളികളുടെ നേതൃത്വത്തിൽ ദുബായിലും ഷാർജയിലും 3 ഈദ്ഗാഹുകൾ ഇത്തവണ ഉണ്ടാകുമെന്നതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. UAEയിൽ ദുബായിലും ഷാർജയിലും മാത്രമാണ് ഇത്തരത്തിൽ മലയാളത്തിലുള്ള ഈദ്ഗാഹുകൾക്ക് അനുമതി ലഭിച്ചിരിക്കുന്നത്. ഖത്തറിലേക്ക് പോവുകയാണെങ്കിൽ ഖത്തറിൽ 642 പള്ളികളും അതോടൊപ്പം തന്നെ ഈദ്ഗാഹുകളും സജ്ജമാക്കിയിട്ടുണ്ട് എന്ന് ഖത്തർ ഔക്കാഫ് മതകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഒമാനിൽ എന്തായാലും ശവ്വാൽ മാസപ്പിറവി നിർണ്ണയിക്കുന്നതിനുള്ള സുപ്രധാന സമിതി ഇനിയിപ്പോൾ അല്പസമയത്തിനകം യോഗം ചേരും. രാജ്യത്ത് ഇന്ന് റമദാൻ 29 മാസപ്പിറ കാണുന്നവർ അടുത്തുള്ള ഗവർണറേറ്റുകളിലെ ഗവർണർമാരുടെ ഓഫീസുകളിൽ അറിയിക്കണമെന്ന് അധികൃതർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് മാസപ്പിറവി ഇവിടെ കാണുകയാണെങ്കിൽ നാളെ ആയിരിക്കും ചെറിയ പെരുന്നാൾ, അല്ലെങ്കിൽ റമദാൻ 30 പൂർത്തീകരിച്ച് വ്യാഴാഴ്ച ഒമാനിൽ പെരുന്നാൾ ആഘോഷിക്കും. എന്തായാലും പെരുന്നാൾ ആഘോഷം വർണ്ണാഭമാക്കാൻ, സ്മിത പറഞ്ഞതുപോലെ തന്നെ പെരുന്നാൾ ആഘോഷം വർണ്ണാഭമാക്കാനുള്ള വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള നിരവധി വ്യത്യസ്തമായ പരിപാടികളും ഗൾഫ് നാടുകളിൽ ഒരുക്കിയിട്ടുണ്ട്. 50-ലധികം സ്ഥലങ്ങളിലാണ് ദുബായിൽ മാത്രം നാളെ മുതൽ വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾ നടക്കുന്നത്. സ്മിത പാറാട്ടാണ്
അരുൺ പാറാട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദുബൈയിൽ ഇന്ന് റമദാൻ 30 നാളെയാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ദുബായ് ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും നാളെയാണ് പെരുന്നാൾ. ഇന്ന് കേരളത്തിൽ വിശ്വാസികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ചന്ദ്ര പിറവി കണ്ടാൽ പെരുന്നാൾ നാളെയാണെന്നുള്ള പ്രഖ്യാപനമെത്തും. അതങ്ങനെയല്ല എങ്കിൽ നാളെ 30-ാം നാൾ, റമദാന്റെ 30-ാം നാൾ കൂടി പൂർത്തിയാക്കിയതിനു ശേഷം മറ്റന്നാളാകും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുക. വിശ്വാസികൾ എല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ്. നമ്മുടെ വിവിധ പ്രതിനിധികൾ പല ഇടങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.